ഹലോ ഗൈസ്, എല്ലാവർക്കും നന്ദൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുന്ന വീഡിയോ ആണ്. പൊങ്കാല കഴിഞ്ഞിട്ട് ഇന്നേക്ക് 10-20 ദിവസമായി. അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ വോയിസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിനാലാണ് ലേറ്റ് ആയത്. അപ്പോൾ നമ്മൾ 12:30 നേത്രാവതിക്കാണ് ബുക്ക് ചെയ്തത്. പക്ഷേ വണ്ടി വരാൻ തന്നെ 3 മണിയായി ഏകദേശം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ബോറടിച്ചതായിരുന്നു. അമ്മ തലേന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എറണാകുളത്തു നിന്നാണ് കയറിയത് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഏകദേശം 7:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ തന്നെ ട്രിവാൻഡ്രം ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തലേന്ന് രാത്രിയാണല്ലോ. അപ്പോൾ എല്ലാവരും തലേന്നേ എത്തി. പിന്നെ വഴിയരികിലൊക്കെ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടാവും പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിവിടെ അടുത്തെൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ തമ്പാനൂരിൽ നിന്ന്. പിന്നെ നമ്മൾ ലഗേജൊക്കെ ഉള്ളത് കൊണ്ട് നടക്കാൻ തന്നില്ല. ബസ് ഉണ്ടായിരുന്നു, അപ്പോൾ ബസ് കയറിപ്പോയി. പിന്നെ ഓട്ടോ ഒക്കെ വിളിച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. അവർക്ക് പിന്നെ കുറേ ഡിമാൻഡ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ബസ് ഉള്ളതുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറി. പിന്നെ അങ്ങനെ അവിടെ എത്തി. രാത്രിയായി. ഏകദേശം വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 8 മണിയൊക്കെ ആയി. അന്നത്തെ രാത്രി ഭയങ്കര തിരക്കും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും നടന്ന് പിന്നെ കുറേ വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പഴവങ്ങാടി അമ്പലം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം, അതിൻ്റെയും കുറച്ച് അപ്പുറത്തായിട്ട് വരും വീട്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഏകദേശം ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് രാധേച്ചീൻ്റെ വീട് വരുന്നത്. പിന്നെ അടിപൊളി വീടാണ്, സൂപ്പറാക്കി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ റെനോവേഷനെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാക്കി എടുത്തതാണ് അവർ. ആദ്യം അവർ വേറെ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീടൊക്കെ ചുറ്റിക്കണ്ട് നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി. പുറത്തുനിന്ന് പിന്നെ നാളത്തേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം, നാളത്തെ ഭാഗം.